ഹലോ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടിരിക്കുക കേട്ടാ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, എന്റെ 19ാമത്തെ ബർത്ത്ഡേ ആട്ടാ. അപ്പൊ ആദ്യം തന്നെ പറയാം, ബർത്ത്ഡേ ആയിട്ട് ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയാം, എനിക്ക് കനത്തിൽ കിട്ടിയിട്ടുണ്ട്. അതായത് എന്റെ ചുണ്ടിൽ ഇന്നലെ തന്നെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. കടുന്നലാണോ ഉറുമ്പാണോ കടിച്ചെന്ന് എനിക്ക് വലിയൊരു ഇഷ്ടമില്ല. പക്ഷെ എന്തോ ഒരു സാധനം നല്ല പണി വന്നിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും എന്നെ തളർത്താൻ പറ്റില്ല. ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് എല്ലാം സെറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് എത്തിയേ ഉള്ളൂ കേട്ടാ. അപ്പൊ ഇന്നത്തെ ഈ ബർത്ത്ഡേക്കില്ലേ കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പൊ പ്രത്യേകതകളല്ല, ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിലെ ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്ന ആദ്യത്തെ ബർത്ത്ഡേ ആണ് ഇത്. നമ്മൾ ഒക്ടോബർ ആ ടൈമിലൊക്കെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോ മാർച്ച് 2 അല്ലേ. അപ്പൊ ഇത് ആദ്യത്തെ ബർത്ത്ഡേ ആണ് എൻ്റെ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ആയിട്ട് നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തൊക്കെ, എന്താ നീ ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തെ. അങ്ങനെ നമുക്കൊന്നാമത് അത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ അത് മാത്രമല്ല, നമുക്ക് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഈ ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തേട്ടാ. പക്ഷെ പിന്നെ നമ്മൾ ഈ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാ. അതാണ് വേറൊരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഉള്ളതെന്നൊരു ചെറിയൊരു കാര്യമുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് ഈ വരുന്ന വീഡിയോസിലൂടെ അറിയാൻ പറ്റും ട്ടാ. ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട്. പിന്നെ എന്റെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേന്റെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, കൊച്ചിയിലെ ഹോസ്റ്റലിൽ നിന്നിട്ട് തന്നെ ആയിരുന്നു ബർത്ത്ഡേ. അപ്പൊ അത് ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ഒരു ആദ്യത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ ആയിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഞാൻ വീണ്ടും വീട്ടുകാരുടെ കൂടെ തന്നെയാ. ജസ്റ്റ് കേക്ക് കട്ടിയും ഫുഡ് ഉണ്ടാക്കും, അത്രയൊക്കെ തന്നെ നമ്മുടെ സെലിബ്രേഷൻസ് ഉള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ തന്നെ നമുക്ക് വലുതല്ലേ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടാ. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങാട്ടാ. എല്ലാവരും ഉണ്ട്, അമ്മ അച്ഛൻ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും കൂടെ പോവുകയാണ്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയിലൊക്കെ നിർത്തി കേക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അപ്പം തന്നെ കാര്യം മനസ്സിലായല്ലോ, എവിടെയോ വെച്ച് കേക്ക് കട്ടിയാണല്ലോ പ്ലാനാന്ന്. അപ്പം ഇനി നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് രാവിലെ തന്നെ ഒരു കാര്യം ഉണ്ടെന്ന്, നമ്മളൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ടെന്ന്. ഇത് വരുന്നത് കരിങ്കരപ്പുള്ളിയിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമാണ്. കുറേ അമ്മമാരെ അച്ഛന്മാരെയൊക്കെ കാണാൻ വേണ്ടി പോവാട്ടാ. ഞാനിതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ വന്ന് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വന്ന് നിന്ന് ഒരു 2 ആഴ്ചത്തോളം ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട്. അപ്പം തന്നെ എനിക്ക് ഇവരിലെ പാതി പേരെ എനിക്ക് നല്ല പരിചയമുണ്ട്. പക്ഷെ എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ഇവർക്കൊക്കെ മറന്നു പോകുമെന്ന്. കാരണം പലർക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്നെ ഓർമ്മ കാണാനും ചാൻസ് ഇല്ല. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. കുറേ പേർക്കൊക്കെ നല്ല ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേർക്കൊക്കെ എന്നെ മറന്നു. പിന്നെ അമ്മയും അച്ഛനൊക്കെ നടന്ന് എല്ലാവരോടും സംസാരിച്ച് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ നല്ല സന്തോഷമായിട്ടുണ്ട് എല്ലാവർക്കും കേട്ടാ. നാനാഴിക്കനവിനുള്ളിൽ നാഴൂരി പുഞ്ചിരിയുണ്ട്, നാവോർക്കുടം പോലെ കൊഞ്ചി വരും നാമക്കിളികളുണ്ട്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വേറൊരു സന്തോഷ വാർത്ത കൂടെ കിട്ടി. അതായത് ഇന്ന് എൻ്റെ മാത്രം ബർത്ത്ഡേ അല്ല, ഇവിടുത്തെ ഒരു അമ്മൂമ്മയുടെ കൂടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അതുകൂടെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഡബിൾ സന്തോഷം എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ആയിരുന്നു. അതിനുശേഷം സാറൊക്കെ വന്ന് ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ടൊക്കെ കടന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ബർത്ത്ഡേക്കാരാണല്ലോ. അപ്പോൾ രണ്ടുപേരും കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെയുള്ള എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. പിന്നെ അതാ ചോക്ലേറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കൂടെ. പിന്നെ ഭക്ഷണം ഞങ്ങളെല്ലാവരും ഫാമിലിയിലായിട്ട് വന്നതുകൊണ്ട് ചേച്ചി ചേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ വിളമ്പിയൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മളെല്ലാവരും അവരുടെ കൂടി ഇരുന്ന് സദ്യ കഴിച്ചു. ഇതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയത്. അത് എനിക്കും എൻ്റെ ഫാമിലിക്കും പറ്റിയതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ശരിക്കും ജീവിതത്തിൽ തനിച്ചായി പോയ കുറേ അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ കൂടെ നമുക്കും ഒരു ദിവസം അവരെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഏറ്റവും സന്തോഷം തോന്നുന്നു.
പിന്നെ കുറേ നേരം അവരുടെ കൂടെ ഇരുന്നതിന് ശേഷം നമ്മൾ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടാ. അപ്പം ഞാൻ സ്റ്റാറ്റസ് കിട്ടപ്പോൾ ഇങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഇവരെ കോണ്ടാക്ട് ചെയ്തത്, എന്തിനാണ് ഇവിടെ പോയത്, എങ്ങനെ നമുക്ക് ഇനി ഇവിടെ പോവാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പോലെ നിങ്ങളുടെയും ബർത്ത്ഡേ ഒക്കെ കാരുണ്യയിൽ പോയി സെലിബ്രേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ കോണ്ടാക്ട് നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പം വേണ്ടവരൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, പേഴ്സണലായിട്ട്. അങ്ങനെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അതാ എന്നെയും കാത്ത് വലിയൊരു സർപ്രൈസും കൊണ്ടൊരു വലിയ ആൾ നിൽക്കുന്നു. 2 ദിവസമായിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഫേവറേറ്റ് കളർ ഏതാ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചില്ല എനിക്കുള്ള ഗിഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കുന്നു. ഇതിൽ ഡയറി മിൽക്കൊക്കെ ഉണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ കൊടുത്ത് സെറ്റാക്കിയൊരു അടിപൊളി ഗിഫ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് കിട്ടിയിരിക്കുന്നതിൽ ഏറ്റവും അടിപൊളി ഗിഫ്റ്റ് എന്ന് വെച്ചാൽ അത് ഇത് തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 വയസ്സുള്ള കുട്ടി ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന എഫേർട്ട് എന്താണെന്ന് നമുക്ക് ആലോചിക്കാവുന്നത് തന്നെയല്ലേ ഉള്ളൂ. അതുമാത്രമല്ല നല്ല അടിപൊളിയായിട്ടുള്ളൊരു വയർലെസ് മൈക്രോഫോൺ എനിക്കെൻ്റെ ഫ്രണ്ട്സ് സർപ്രൈസ് ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതോടുകൂടെ എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ.